യുവ നേതാക്കളിൽ പ്രധാനിയാണ് ചാണ്ടി ഉമ്മൻ. അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന തിരിച്ചറിയൽ മാത്രം കൊണ്ടല്ല, സ്വന്തം പ്രവർത്തനങ്ങളിലൂടെയും ജനപിന്തുണയിലൂടെയും അദ്ദേഹം പാർട്ടിയുടെ ഭാവി പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിലും റീൽസുകളിലും ഒതുങ്ങുന്ന നേതാക്കളിൽ നിന്നും വേറിട്ട് ജനങ്ങളുമായി നേരിട്ട് ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രവർത്തകൻ എന്ന തിരിച്ചറിവാണ് ചാണ്ടി ഉമ്മൻ നേടിയെടുത്തത്. സമീപകാലത്ത് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശേഷി തെളിയിച്ച സംഭവമായി. എടക്കര പഞ്ചായത്തിന്റെ ചുമതല ഏറ്റെടുത്ത അദ്ദേഹം വെറും 15 ദിവസത്തിനുള്ളിൽ 3000-ലധികം വീടുകളാണ് സന്ദർശിച്ചത്. വോട്ടിനായി കയ്യിലേന്തിയ കൈപ്പത്തിയും സാധാരണക്കാരുമായുള്ള ആത്മാർത്ഥ സംഭാഷണങ്ങളും അദ്ദേഹത്തിന് വലിയ ജനപിന്തുണ നേടിക്കൊടുത്തു. ഇതൊരിക്കൽ കേരളം കണ്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ ജനകീയതയെ ഓർമ്മിപ്പിക്കുന്ന ചിത്രമായിരുന്നു. ഷാഫി പറമ്പിൽ, രാഹുൽ മങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ചാണ്ടി ഉമ്മൻ ക്യാമറകളിൽ നിന്നും മാറി സാധാരണ പ്രവർത്തകരോടൊപ്പം നിശബ്ദമായി പ്രവർത്തിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷം എടക്കരയിൽ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ച ഭൂരിപക്ഷം അദ്ദേഹത്തിന്റെ സംഘടനാ ശേഷിക്കും കഠിനാധ്വാനത്തിനും തെളിവായി. വിജയത്തിന് ശേഷം പ്രവർത്തകർ അദ്ദേഹത്തെ തോളിലേറ്റിയാണ് ചാണ്ടി ഉമ്മൻ എന്ന നേതാവിനെ വരവേറ്റത്. മതസൗഹാർദ്ദവും മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സുമാണ് അദ്ദേഹത്തിന്റെ വലിയ ശക്തി. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു സമൂഹങ്ങളിൽ ഒരുപോലെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന യുവ നേതാവ് ഇന്ന് കോൺഗ്രസിൽ അപൂർവമാണ്. തന്റെ പിതാവ് സംരക്ഷിച്ച മതസൗഹാർദ്ദ പാരമ്പര്യം അദ്ദേഹം വിശ്വസ്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നഗ്നപാതനായി നടന്നപ്പോൾ വിദ്വേഷത്തിന് മേൽ സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം ഉയർത്തിപ്പറഞ്ഞത്. ഇതിലൂടെ ദേശീയ തലത്തിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. വിദ്യാഭ്യാസപരമായും പ്രൊഫഷണൽ ജീവിതത്തിലും അദ്ദേഹം മുന്നിലാണ്. ചരിത്രത്തിൽ PG ബിരുദം, ഡൽഹി സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം, നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രിമിനോളജിയിൽ LLM എല്ലാം കരസ്ഥമാക്കിയ അദ്ദേഹം സുപ്രീം കോടതിയിലെ അഭിഭാഷകനും കൂടിയാണ്. അറിവിന്റെയും പ്രവൃത്തി പരിചയത്തിന്റെയും സംഗമമായ ഒരു നേതാവാണ് കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ റിയൽ താരങ്ങളോട് മാത്രം പാർട്ടി ആശ്രയിക്കുമ്പോൾ ചാണ്ടി ഉമ്മനെ വേറിട്ട് നിർത്തുന്നത് അദ്ദേഹത്തിന്റെ റിയൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ്. പുതുപ്പള്ളിയിലെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പിതാവിന്റെ വഴിയിലൂടെയാണ് മുന്നേറുന്നത്. ഇന്നത്തെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളുമായി ബന്ധം നഷ്ടപ്പെട്ട നേതാക്കളുടെ പെരുമഴയാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ കുടുങ്ങിയ പാർട്ടിക്കിടയിൽ പ്രവർത്തകരെ ഒന്നിപ്പിച്ച് പുതിയ ദിശ നൽകാൻ കഴിയുന്ന യുവ നേതാവാണ് ചാണ്ടി ഉമ്മൻ. എല്ലാ വിഭാഗങ്ങളുടെയും വിശ്വാസം നേടിയെടുത്ത് പ്രവർത്തകർക്ക് ആവശ്യം വരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് വിജയം നേടാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് കേരള കോൺഗ്രസിന്റെ ഭാവി പ്രതീക്ഷയായി വിലയിരുത്തപ്പെടുന്ന ഏറ്റവും യോഗ്യനായ നേതാവ് ചാണ്ടി ഉമ്മനാണെന്ന കാര്യത്തിൽ സംശയമില്ല. അച്ഛന്റെ മകൻ എന്ന മുദ്രയ്ക്കപ്പുറം സ്വന്തം കഴിവുകളും കഠിനാധ്വാനവും കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഈ യുവ നേതാവിലാണ് കോൺഗ്രസിന്റെ നാളെയുടെ ഉറപ്പ്. കാലം ആവശ്യപ്പെടുന്നത് റീലുകളിൽ മാത്രം താരങ്ങളല്ല, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന യഥാർത്ഥ നേതാക്കളെയാണെന്ന് ആ നേതാവാണ് ചാണ്ടി ഉമ്മൻ.